അത് സത്യമാണ്. ഒരേ സമയം എല്ലാരെയും സന്തോഷിപ്പിച്ച് ജീവിക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന് നിന്നെ കണ്ടാൽ നയൻതാര പറിച്ചു വെച്ചേക്കുന്ന പോലെ ഇരിക്കുകയാണ്. സത്യം അതേ ഷേപ്പാണ്, നയൻതാരയുടെ അതേ ഷേപ്പാണ്. ഇപ്പൊ നിനക്ക് സന്തോഷമായില്ലേ? പക്ഷെ ഇത് നയൻതാര അറിഞ്ഞാൽ അവർക്ക് എന്തുമാത്രം വിഷമമാവും അതാലോചിച്ചിട്ടുണ്ടോ നീ? അപ്പൊ അതാണ്, ഒരേ സമയം നമുക്ക് എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ടൊന്നും പോകാൻ പറ്റില്ല. ചോറുണ്ടില്ലല്ലോ, പോയി ചോറ് വിളമ്പച്ച്. ചോറുണ്ടില്ല. ആര് പറഞ്ഞു ചോറുണ്ടല്ലെന്ന്? ഞാനല്ലേ ചേട്ടന് വിളമ്പി തന്നെ. ഒന്ന് ഓർത്ത് നോക്കിയേ, നെയ്യും പുഴുക്കും ഒക്കെ കഞ്ഞിയിലിട്ട് ഇളക്കി ഇപ്പൊ കഴിച്ചു തോർക്കുന്നില്ലേ? ചോറുണ്ടില്ലല്ലോ. ചോറുണ്ടോ? ഉണ്ടല്ലെന്നൊക്കെ ചേട്ടന് വെറുതെ തോന്നുന്നതാ. காலையில 5 மணிக்கு எழுந்து டிஃபன் பண்ணி லஞ்ச் பேக் பண்ணி குழந்தைங்களை ஸ்கூலுக்கு அனுப்பி ஹஸ்பண்ட் ஆபீஸ்க்கு அனுப்பி டயர்டா எனக்கா? എന്തുമാത്രം പണക്കാര സുഖമായിട്ടായി കോളനിയില്. ഓരോ വീടുകളിൽ ചെന്ന് നോക്കണം, ഇല്ലാത്ത ഒന്നുമില്ല. ഫ്രിഡ്ജ്, അലക്ക് മെഷീൻ, കാറ്, ഒന്നും പറയണ്ട. ഓരോ സ്ത്രീകളൊക്കെ ഉടുത്തിരിക്കുന്ന സാരി കാണുമ്പോ കൊതിയാവും. ഞാൻ എഞ്ചിനീയർ ആണെന്നാണോ നീ എല്ലാരോടും പറഞ്ഞിരിക്കുന്നത്? അത് സുഖേട്ട, ഞാൻ നോക്കുമ്പോ ഒരാള് കളക്ടർ, വേറൊരാള് വക്കീല്, പിന്നെ ഒരാള് ഡോക്ടർ ഒക്കെ കേട്ടപ്പോ ഞാനും കൊച്ചാവുന്ന തോന്നി. അതുകൊണ്ട് പറഞ്ഞു പോയതാ. ഇനി സുഖേട്ടനായിട്ട് എനിക്ക് ഇപ്പഴാ ഓർമ്മ വന്നത്. നിങ്ങളെ കഴിഞ്ഞ ആഴ്ച ജംഗ്ഷനിൽ വെച്ച് ശാരിയെ കണ്ടായിരുന്നോ? അവളോട് സംസാരിച്ചെന്ന് എന്റെ കൂട്ടുകാരികൾ പറഞ്ഞല്ലോ. നമ്മുടെ അയലത്തുകാരിയല്ലയോ? അവളോട് കുറച്ചേരം സംസാരിച്ച എന്താ കുഴപ്പം? എന്തുവാ ഈ 10 മിനിറ്റ് സംസാരിക്കാൻ? എന്തോ ആലോചിക്കുന്ന എന്തുവാ? എടി 10 മിനിറ്റിലെ കാര്യമല്ലേ, 1 മിനിറ്റ് എനിക്ക് താ ആലോചിക്കണ്ടേ? വിശക്കുന്നുണ്ടെങ്കിൽ വല്ലതും ഉണ്ടാക്കി കഴിക്കണം. വിശക്കുന്നു എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. നിനക്ക് കയ്യും കാലും ഉണ്ടോ? വിരലുകളുണ്ടോ? കയ്യുണ്ടോ? വീട്ടിലെന്തെങ്കിലും ഇത്തിരിയെങ്കിലും ഒരു നാഴി അരിയെങ്കിലും ഉണ്ടോ? പോയി കഞ്ഞി വെച്ച് കുടിക്കും. എന്റെ അടുത്ത് ഇറക്കാൻ വന്നു. ഓട് പൊക്കോ. വിശക്കുന്ന 100 പേര് തരത്തില്ല ഞാൻ. കാസർഗോഡ് വാർത്തകൾ. കാസർഗോഡ് വാർത്ത. മൊഗ്രാലിലെ മുഹമ്മദിന്റെ വീട്ടിൽ കള്ളം കയറി. മോരാലത്തെ മമ്മദിന്റെ പൊരയില് കള്ളം കയറി. മതിൽ ചാടിയാണ് കള്ളൻ വീട്ടുവളപ്പിൽ കടന്നത്. വര തുള്ളിയിട്ടാണ് കള്ളന്റെ പേരിന്റെ ബൾബിലേക്ക് കയറിയത്. കള്ളൻ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടുണർന്ന മുഹമ്മദിന്റെ ഭാര്യ ആസിയ ഉറക്കെ നിലവിളിച്ചു. കള്ളം പാല് തുറക്കുന്ന കൂറ്റ് കേട്ടിട്ടടിച്ച മമ്മദിന്റെ ഓള് ആസിബി വെച്ചും കൂക്കി. നിലവിളി കേട്ട് മുൻവശത്തു കൂടി കയറിയ കള്ളൻ അടുക്കളവാതിലൂടെ ഇറങ്ങിയോടി. കൂക്കുന്ന കേട്ടിട്ടാകുമ്പോ കൊട്ടിൽപ്പറത്തിലെ കയറിയ കള്ളന് കുച്ചിൽപ്പുറത്തിലെ കിഞ്ഞിട്ട് പാഞ്ഞു. ഓടുന്ന സമയത്ത് അടുക്കളപ്പുറത്തുണ്ടായിരുന്ന ചളിയും പായലും ചവിട്ടി കള്ളൻ വഴുതി. പായുമ്പോ കുച്ചിൽപ്പുറത്തിലെ കുറെ ചീച്ചലും പാമ്പാഞ്ചും പിടിച്ചിട്ടുണ്ടായിരുന്നു. ആടെ ചവിട്ടിട്ട് കള്ളന് ചാറിയിട്ട് പോണു. അനക്കം കെട്ടെത്തിയ അയൽക്കാർ കള്ളനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു. അച്ഛനെ കേട്ടിട്ട് വന്ന നരക്കാർ കള്ളനെ പിടിച്ചിട്ട് പോലീസിന് കൊടുത്തു. ഇനി ജീവനുണ്ടെങ്കിൽ മോഷണം ചെയ്യില്ലെന്ന് കള്ളൻ സ്റ്റേഷനിൽ വെച്ച് സത്യം ചെയ്തു. ഇനി ചേച്ചിട്ടുണ്ടെങ്കിൽ കക്കാൻ പോയാലെന്ന് കള്ളൻ സത്യം പിടിച്ചിട്ട് ചെല്ലി. ചെർക്കളയിലെ അബ്ദുൾ ഖാദറിന്റെ മകൻ യൂസഫ് അന്തരിച്ചു. ചെർക്കളത്തെ കായിച്ചാണ്ടി